ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ മാധുലക്ഷ്മി. അപ്പം ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച വൈകിട്ട് നരിയമ്പാറ ദേവി ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ഇന്ന് നമ്മുടെ നാലമ്പല സമർപ്പണമാണ്. അതോടൊപ്പം തന്നെ ഗാനമേളയുണ്ട്. അപ്പം ഇതെല്ലാം കൂടാനായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് നടന്നതിന് ശേഷം ഓട്ടോ പിടിച്ചു പോവാം എന്നൊക്കെ വിചാരിച്ചാണ് നിന്നത്. ഇറങ്ങുന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. നമുക്കൊരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയിൽ കയറി നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ വന്ന് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് ബസ് കയറിയാണ് നമ്മൾ നരിയമ്പാറ ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ അവിടെ വന്നിറങ്ങിയപ്പോൾ ഞാൻ സെറ്റും മുണ്ടും ഒക്കെ കൊടുത്തല്ലേ നിൽക്കുന്നത്. ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ട്, എന്താ ഇവൾ ഈ സെറ്റും മുണ്ടും കൊടുത്തുകൊണ്ട് ഈ ടൈമിൽ വരുന്നേ എന്നാണെന്ന് തോന്നുന്നു അവർ ചിന്തിക്കുന്നത്. അപ്പോഴേക്കുമാണ് നമ്മുടെ കുട്ടിമാളും അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഞങ്ങൾ കുട്ടിമാളൂയിൽ കയറിയിട്ട് നരിയമ്പാറ സിറ്റിയിൽ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അവിടുന്ന് പിന്നെ കുറച്ച് നമ്മുടെ അമ്പലത്തിലേക്ക് നടക്കണം. അങ്ങനെ നമ്മുടെ കുട്ടിമാളു പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബസ്സിൽ പോകാനാണ്. ഞങ്ങൾക്ക് വളരെ ഏറെ ഇഷ്ടമുണ്ട്. അപ്പൂനും തുമ്പിച്ചനും ഞങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ? ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതാണ്. നല്ല കോൺഫിഡൻ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. അങ്ങനെ ദേ നോക്കിക്കേ, നമ്മുടെ വിഷു എല്ലാം പോയി എങ്കിലും വിഷു കണിക്കൊന്ന പൂ തുലഞ്ഞു നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ കട്ടപ്പന സ്റ്റാൻഡിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. പോയപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, സോണി ചേച്ചിനെ കണ്ടു. ചേച്ചി കൽത്തോട്ടിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിനെ കണ്ടു. ചേച്ചി മോളും ഉണ്ടായിരുന്നു. അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, നരിയമ്പാറ സിറ്റിയിൽ ഇറങ്ങി. ഇവിടെ നിന്ന് കുറച്ച് നടന്ന് വേണം നമുക്ക് നരിയമ്പാറ ദേവി ക്ഷേത്രത്തിലെത്താനായിട്ട്. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ അമ്പലത്തിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയിട്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ നേരത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം നമ്മുടെ നരിയമ്പാറ ദേവി ക്ഷേത്രം എത്രത്തോളം മാറി എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെ നരിയമ്പാറ ദേവി ക്ഷേത്രം. ഒരുപാട് നാളായിട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ടാവണം നമ്മൾ നരിയമ്പാറ ദേവി ക്ഷേത്രത്തിൽ വന്നിട്ട്. അപ്പോൾ അമ്പലത്തിൽ നേരത്തെ ഈ കൽപ്പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്പലത്തിൻ്റെ ഇത്രയും മാറിയെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അതായത് നാലമ്പല സമർപ്പണ ദിവസമാണ് നമ്മൾ അമ്പലത്തിൽ വരുന്നത്. ഏകദേശം 3 ദിവസമായിട്ട് ഇവിടെ പരിപാടികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് വരാൻ സാധിച്ചിരുന്നില്ല. ഞായറാഴ്ച എന്തായാലും അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോന്നു. അങ്ങനെ നാലമ്പല സമർപ്പണം നടക്കുകയാണ്. അതിന് വേദിയിൽ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലം ചുറ്റി നടന്ന് ഞങ്ങൾ കണ്ടു. വളരെ അമ്മയെ കണ്ടു പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലം കാണാനായിട്ട് വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. കാരണം നേരത്തെ കണ്ടിരുന്ന അമ്പലവും ഇതും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്നറിയോ? ഞങ്ങളുടെ കല്യാണം നടന്നതും ഈ അമ്പലത്തിൽ വെച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ കൂടുതലും നമ്മൾ പോയിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, അതുപോലെ തന്നെ പുതിയകാവ് ദേവി ക്ഷേത്രവും. ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി. രാത്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് പകൽ പോയി നല്ലൊരു വീഡിയോസ് തന്നെ എടുക്കാം. അപ്പോൾ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. നല്ല മഴയാണ്. ദേവിയുടെ ക്ഷേത്രത്തിൽ സമർപ്പണ സമയത്ത് നല്ല മഴയുണ്ടായി. അന്ന് ഐശ്വര്യമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും തൊഴുതു, ഭഗവതിയെ കണ്ടു പ്രാർത്ഥിച്ചു ഇറങ്ങിയതിന് ശേഷം നമുക്കിനി എന്താണെന്നറിയാമോ, ഗാനമേള നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നാലമ്പല സമർപ്പണം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജിബിൻ ചേട്ടായും രാജേച്ചിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് സീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കയറിയിരുന്നു. നല്ല മഴ പുറത്ത് നടക്കുന്നുണ്ട്. പന്തൽ കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ അകത്തിരുന്ന് നനയുവേല. അതുപോലെ തന്നെ ഉദ്ഘാടനം തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ കമ്മിറ്റി മെമ്പർമാരെയും അതുപോലെ തന്നെ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തിയവരെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് നമ്മുടെ ഈ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഈ നാലമ്പല സമർപ്പണം. അതിന് നമ്മുടെ അമ്പലത്തിൻ്റെ ഭാരവാഹികളെ എത്രത്തോളം നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, അതിലും ഏറെയാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഗാനമേളയായിരുന്നു. അതായത് കൊച്ചിൻ കൈരളി എൻ്റർപ്രൈസസിൻ്റെ ഒരു അടിപൊളി തകർപ്പൻ ഗാനമേളയായിരുന്നു. ആട്ടവും പാട്ടും തകർപ്പുമായിട്ട് ഒരു സായം സന്ധ്യ ഞങ്ങൾ അടിച്ച് പൊളിച്ചു. ഒരുപാട് കലാകാരന്മാരുടെ ഒരുപാട് സന്തോഷം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ പാട്ടുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം നമുക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദമുണ്ടായിരുന്നു. അത് കഞ്ഞിയാണ്. കഞ്ഞിയും പയറും പപ്പടവും ഒക്കെ കൂട്ടി ഒരു സദ്യ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണേൽ പറയാം. അതുമെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഏകദേശം 10 മണിയായി. നമ്മൾ ബസ്സിന് വന്നുകൊണ്ട് ബസ് കിട്ടാൻ നമുക്ക് സമയം താമസിച്ചു. കിട്ടുമെന്നൊക്കെ ഒരു സംശയമുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ വീണ്ടും നമുക്ക് ആ ഗാനമേള കാരണം നമുക്ക് തിരിച്ച് പോരാനായിട്ട് ഒട്ടും മനസ്സില്ല കൂട്ടുകാരെ, ഒട്ടും മനസ്സില്ല. എങ്കിലും നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണമല്ലോ. അങ്ങനെ ഞാനും കുട്ടികളും ചേട്ടായിയും ഒക്കെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഞങ്ങളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.